ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ശീമച്ചക്ക വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് ശീമച്ചക്ക മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ശീമച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്ത് വയ്ക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി ഉണ്ടാക്കാൻ കുക്കർ തന്നെ വേണമെന്നില്ല, സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കാം. അതിലേക്ക് ഒരു വലിയ സവാളയും 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തത്. ശീമച്ചക്കയും അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞിട്ട് വേണം കഴുകിയെടുക്കാൻ, എന്നാൽ ശീമച്ചക്കയിലെ കറയെല്ലാം നന്നായിട്ട് പോയി കിട്ടുള്ളൂ. ശീമച്ചക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ശീമച്ചക്കയും സവാളയും ഒരുമിച്ച് തന്നെ ഇട്ട് വഴറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് പൊടി ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കറി മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ച് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ശീമച്ചക്ക വയ്ക്കുമ്പോൾ ആദ്യമേ തന്നെ തീ കൂട്ടി വെക്കണം, എന്നാലേ പെട്ടിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഇനി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ തിരുവിയിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2-ാം പാലാണ്. 2-ാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാം. വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ 2-ാം പാൽ ഒഴിച്ച് വേവിക്കുകയാണ്. 2-ാം പാൽ ഒഴിച്ച് വേവിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വേകാനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ, നന്നായിട്ട് വിളഞ്ഞ ശീമച്ചക്കയാണെങ്കിൽ 1 വിസിൽ കേട്ടാൽ മതി. അധികം വിളഞ്ഞിട്ടില്ലാത്തതാണെങ്കിൽ 2-3 വിസിൽ കേൾക്കണം. ഇതിപ്പോൾ നല്ല വിളഞ്ഞ ശീമച്ചക്കയാണ്. 1 വിസിൽ കേട്ടപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്ന് നോക്കാം. ശീമച്ചക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേഗരുത്, അങ്ങനെയാണെങ്കിൽ കറി ഒന്ന് കുഴഞ്ഞു പോകും. ഇത്രയും വെന്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല കഷ്ണങ്ങളായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ചൊന്ന് ഉടച്ചെടുക്കുവാണ്. ഇനി ഇതിലേക്ക് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ഒരു 3/4 ഗ്ലാസ് ഉണ്ടാകും. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി. 1-ാം പാൽ ഒഴിച്ച ശേഷം തിളയ്ക്കേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഞാനിപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടിനായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അല്പം കറിയായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയത്. ഒരു 10 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പുട്ടിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എന്തിന് വേണമെങ്കിലും ഈ കറി നല്ല ടേസ്റ്റാണ്. അതുപോലെ ചോറിനും നല്ലതാണ്. ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ കറിക്ക് മല്ലിയില ചേർക്കേണ്ട, കറിവേപ്പിലയാണ് കൂടുതൽ നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്.